പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞ വാക്ക് ഒരു സാധാരണ വാക്കല്ല. അത് അവന്റെ ഹൃദയത്തിൽ കത്തിയ ആത്മാവിന്റെ തീയും ദൈവത്തിന്റെ വിളിയുമായിരുന്നു. പണത്തിന്റെയോ ലോകസമ്പത്തിന്റെയോ കടമല്ല, മറിച്ച് സുവിശേഷത്തിന്റെ കടം, രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള കടം. അപ്പോസ്തലൻ ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവനായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ രക്ഷ എനിക്ക് മാത്രമല്ല ലോകത്തിന് ആകമാനമുള്ളതാണെന്നുള്ള ആ വെളിപ്പാട് സുവിശേഷത്തിന്റെ തീ ഉള്ളിൽ കത്തുവാൻ ഇടയാക്കി. സുവിശേഷം അറിയിക്കാതെ നിൽക്കുവാൻ കഴിയാത്ത ആത്മാവിന്റെ തീ, ഇത് മനുഷ്യശക്തിയാൽ കത്തിയ തീയല്ല, ദൈവഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ തീയായിരുന്നു ഇത്. സുവിശേഷത്തെ പ്രതി അടിയേറ്റിട്ടും തടവിലായിട്ടും നിന്ദിക്കപ്പെട്ടിട്ടും അനേകം കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും ആ തീ ആർക്കും അണയ്ക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ആ തീ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാവ് കത്തിച്ച തീയായിരുന്നു. ദൈവവചനം ഒരാളുടെ ഹൃദയത്തിൽ കത്തുമ്പോൾ ലോകത്തിലെ ഒരു സാഹചര്യത്തിനും ഒരു വ്യക്തികൾക്കും അതിനെ അണയ്ക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ആ തീ നമ്മിൽ കത്തണമെന്നാണ്. നാം യേശുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾക്കും ഒരു കടമയുണ്ട്, സുവിശേഷം പറയുവാനുള്ള കടമ. നമ്മുടെ വീടുകളിലും സുഹൃത്തുക്കളോടും ജോലി സ്ഥലങ്ങളിലും എവിടെയായാലും യേശുവിനെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മിലുണ്ട്. പൗലോസിന്റെ ഹൃദയത്തിൽ കത്തിയ ആ ആത്മാവിന്റെ തീ ഇന്ന് നമ്മുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് കത്തിക്കട്ടെ. ഈ വലിയ പ്രാർത്ഥനയോടെ, ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ ഹൃദയത്തിൽ കത്തിയ സുവിശേഷത്തിന്റെ തീ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേക്ക് വേണ്ടി കത്തിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.